മക്കളെ, 10th റിസൾട്ടൊക്കെ വന്നു, അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. ഇനി അങ്ങോട്ടുള്ള കടമ്പ എന്ന് പറയുന്നത് ഇതുവരെ പോലെയല്ല. ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എക്സ്പെരിമെന്റൽ ബാച്ചാണെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ 10th സിലബസ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നും വിജയ ശതമാനം കുറഞ്ഞു, A+കളുടെ എണ്ണം കുറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ഇനിയും ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. കാരണം 10th ഒരു റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് +1 +2 പോകുമ്പോഴുണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു A+ന്റെ എണ്ണം വീണ്ടും കുറഞ്ഞു വരുന്നത്? വേറൊന്നും കൊണ്ടുമല്ല, നമ്മുടെ സിലബസ് കുറച്ചുകൂടി ടഫാണ്, കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് കോൺസെപ്റ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ട് പഠിച്ച് അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈമിലുള്ള മാരത്തോൺ ലൈവ് കണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇനി നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് പഠിക്കുന്ന രീതികൾ, പഠിക്കുന്ന ടൈം, അതിൻ്റെ ഡെപ്ത്, ഇതൊക്കെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ 10th നിന്ന് +1 വന്ന ഒരു കുട്ടികളാണ്, ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് എന്തായാലും ഉണ്ടാവും. അത് നിങ്ങളുടെ സീനിയർ സ്റ്റുഡൻസിനോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി, എങ്ങനെയുണ്ട് +1 സയൻസ് എന്നൊക്കെ. അപ്പം +1 ബയോളജി സയൻസ് എടുത്തു, കമ്പ്യൂട്ടർ സയൻസ് എടുത്തവരൊക്കെ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾ 10th വരെ പഠിച്ച രീതിയിലല്ല, കുറച്ചുകൂടി ഒന്ന് മാറ്റി കോൺസെപ്റ്റ് റിലേറ്റഡ് ചെയ്ത് നല്ല രീതിയിൽ തറുവാക്കി തന്നെ നമുക്ക് പഠിക്കണം. ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ അഗ്നി ബാച്ചിലുണ്ട്. ഓൾറെഡി 10th അസ്ത്ര ബാച്ചിൽ പഠിച്ച കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ബാച്ചിൽ അത്രയും നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. ഇതേപോലെ നിങ്ങൾ 11th വരുമ്പോഴും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ബാച്ചാണ് അഗ്നി ബാച്ച്. ഇതിൽ ഏറ്റവും പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 10th നിങ്ങളെ നല്ല രീതിയിൽ സഹായിച്ച 2 കാര്യങ്ങളാണ് ഇൻസ്റ്റാ ലേൺ ആൻഡ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ 11th വരുമ്പോഴും നമുക്ക് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, സബ്ജക്റ്റുകളുടെ എണ്ണം കുറവാണ്, 10ൽ നിന്നും 6 ആകുമെങ്കിലും ഓരോ സബ്ജക്റ്റ് എടുക്കും. ബോട്ടണിയിൽ തന്നെ നമുക്ക് 9 ചാപ്റ്റർ ഉണ്ട്, സുവോളജിയിൽ 10 ചാപ്റ്റർ ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലേക്കൊക്കെ വരുമ്പം ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ്, കോൺസെപ്റ്റ് പഠിക്കാനും കൂടുകയാണ്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് വാരി വലിച്ച് പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിനെ കുറച്ചുകൂടി ഒന്ന് കൺസോളിഡേറ്റഡ് ഫോം ആക്കി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന തരത്തിലാണ് നമ്മുടെ ഇൻസ്റ്റാ ലേണും മൈൻഡ് മാപ്പും നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആപ്പിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചുകൊണ്ട് വളരെ ക്രിസ്പായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയി പഠിച്ച് മുന്നോട്ട് പോകാൻ വേഗം തന്നെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ അസ്ത്ര ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു വരുന്ന അതേ ആരവം നിങ്ങൾക്ക് അഗ്നി ബാച്ചിലും ഉണ്ടാവും. കാരണം ഇതിൽ നിന്നും കിട്ടിയ റിസൾട്ട് കഴിഞ്ഞ വട്ടം 520-ൽ 520. നിങ്ങൾ ഓർക്കണം, A+ അല്ല, ഫുൾ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ എണ്ണം 29 നമ്മുടെ ബാച്ചിൽ. അപ്പം അത്രയും അധികം ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ ലേണിംഗ് മെത്തേഡിൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. സോ ഇതിലേക്ക് നിങ്ങളും വേഗം വരിക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. നിങ്ങൾ ഇനി പഠിക്കുന്നത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ വെൽക്കം ടു അഗ്നി ബാച്ച്. തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ Xylem ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അഗ്നി +1 സ്റ്റേറ്റ് ബാച്ച് പർച്ചേസ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്.